അധ്യായം 50. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവ ബാബേലിനെക്കുറിച്ചും കൽദയ ദേശത്തെക്കുറിച്ചും കൽപ്പിച്ച അരുളപ്പാട്. ജാതികളുടെ ഇടയിൽ പ്രസ്താവിച്ച് പ്രസിദ്ധമാക്കുവിൻ, കുടി ഉയർത്തുവിൻ, മറച്ചുവയ്ക്കാതെ ഘോഷിപ്പിൻ. ബാബേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ബേൽ ലജ്ജിച്ചുപോയി, മേരോദാക് തകർന്നിരിക്കുന്നു, അതിലെ വിഗ്രഹങ്ങൾ ലജ്ജിച്ചുപോയി, അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറവിൻ. വടക്കുനിന്ന് ഒരു ജാതി അതിന്റെ നേരെ പുറപ്പെട്ടു വരുന്നു, അത് ആ ദേശത്തെ ശൂന്യമാക്കുന്നു, അതിലാരും വസിക്കുന്നില്ല, മനുഷ്യരും മൃഗങ്ങളും ഓടിപ്പൊയ്ക്കളയുന്നു. ആ നാളുകളിൽ, ആ കാലത്ത് ഇസ്രയേൽ മക്കളും യഹൂദാ മക്കളും ഒരുമിച്ച് കരഞ്ഞുകൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ സിയോനിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടുവരുവിൻ. മറന്നു പോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാം എന്ന് പറയും. എന്റെ ജനം കാണാതെ പോയ ആടുകൾ ആയിത്തീർന്നിരിക്കുന്നു. അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലമുകളിൽ ഉഴന്നു നടക്കുമാറാക്കിയിരിക്കുന്നു. അവർ മലയിൽ നിന്ന് കുന്നിന്മേൽ പോയി തങ്ങളുടെ കിടപ്പിടം മറന്നുകളഞ്ഞു. അവരെ കാണുന്നവരൊക്കെയും അവരെ തിന്നുകളയുന്നു. അവരുടെ വൈരികൾ, നാം കുറ്റം ചെയ്യുന്നില്ല. അവർ നീതിനിവാസമായ യഹോവയോട്, അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയായ യഹോവയോട് തന്നെ പാപം ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. ബാബേലിൽ നിന്ന് ഓടി കൽദയദേശം വിട്ടു പോകുവിൻ. ആട്ടിൻകൂട്ടത്തിന് മുമ്പായി നടക്കുന്ന മുട്ടാളുകളെപ്പോലെയായിരിപ്പിൻ. ഞാൻ ബാബേലിന്റെ നേരെ വടക്കേ ദേശത്ത് നിന്ന് മഹാജാതികളുടെ കൂട്ടത്തെ ഉണർത്തി വരുത്തും. അവർ അതിന്റെ നേരെ അണിനിരത്തും. അവിടെ വച്ച് അത് പിടിക്കപ്പെടും. അവരുടെ അമ്പുകൾ വെറുതെ മടങ്ങാതെ സമർത്ഥവീരന്റെ അമ്പുകൾ പോലെയിരിക്കും. കൽദയദേശം കൊള്ളയിട്ടു പോകും. അതിനെ കൊള്ളയിടുന്നവർക്ക് ഏവർക്കും തൃപ്തി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ അവകാശം കൊള്ളയിട്ടവരെ, നിങ്ങൾ സന്തോഷിക്കുന്നതുകൊണ്ട്, നിങ്ങൾ ഉല്ലസിക്കുന്നതുകൊണ്ട്, ധാന്യം മെതിക്കുന്ന പശുക്കിടാവിനെപ്പോലെ തള്ളിക്കളിക്കുന്നതുകൊണ്ട്, ബലമുള്ള കുതിരയെപ്പോലെ നിങ്ങൾ ചീറാലിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അമ്മ ഏറ്റവും ലജ്ജിക്കും. നിങ്ങളെ പ്രസവിച്ചവൾ നാണിച്ചു പോകും. അവൾ ജാതികളിൽ അന്ത്യജാതിയും മരുഭൂമിയും വരണ്ട നിലവും ശൂന്യദേശവുമാകും. യഹോവയുടെ ക്രോധം ഹേതുവായി അത് നിവാസികളില്ലാതെ അശേഷം ശൂന്യമായി തീരും. ബാബേലിനരികത്തുകൂടി കടന്നുപോകുന്ന ഏവരും സ്തംഭിച്ച് അതിന്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും. ബാബേലിന്റെ നേരെ ചുറ്റും അണിനിരത്തുവിൻ. എല്ലാ വില്ലാളികളുമായുള്ളോരെ, അമ്പുകളെ ലോഭിക്കാതെ അതിലേക്ക് എയ്തുവിടുവിൻ. അത് യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവല്ലോ. അതിന് ചുറ്റും നിന്ന് ആർപ്പിടുവിൻ. അത് കീഴടങ്ങിയിരിക്കുന്നു. അതിന്റെ കൊത്തളങ്ങൾ വീണുപോയി, അതിന്റെ മതിലുകൾ ഇടിഞ്ഞിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരമല്ലോ. അതിനോട് പ്രതികാരം ചെയ്വിൻ. അത് ചെയ്തതുപോലെ അതിനോടും ചെയ്വിൻ. വിതയ്ക്കുന്നവനെയും കൊയ്ത്തുകാലത്ത് അരിവാൾ പിടിക്കുന്നവനെയും ബാബേലിൽ നിന്ന് ഛേദിച്ച് കളവിൻ. നശിപ്പിക്കുന്ന വാൾ പേടിച്ച് ഓരോരുത്തൻ സ്വജനത്തിന്റെ അടുക്കൽ മടങ്ങിപ്പോകുകയും സ്വദേശത്തേക്ക് ഓടിപ്പോകുകയും ചെയ്യും. ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു. സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. ആദ്യം അശൂർ രാജാവ് അതിനെ തിന്നു. ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അതിന്റെ അസ്ഥികളെ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ അസൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേൽ രാജാവിനെയും അവന്റെ രാജ്യത്തെയും സന്ദർശിക്കും. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവന്റെ മേച്ചൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രയീം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. ഞാൻ ശേഷിപ്പിച്ചു വയ്ക്കുന്നവരോട് ക്ഷമിക്കയാൽ ആ നാളുകളിൽ, ആ കാലത്ത് ഇസ്രയേലിന്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെയിരിക്കും. യഹൂദായുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്.
ദ്വിമത്സരം അഥവാ മെറാഥൈൻ എന്ന ദേശത്തിന്റെ നേരെ ചെല്ലുക. അതിന്റെ നേരെയും സന്ദർശനം അഥവാ പൊക്കോദ് എന്ന പട്ടണത്തിലെ നിവാസികളുടെ നേരെയും തന്നെ. നീ അവരുടെ പിന്നാലെ ചെന്ന് വെട്ടി നിർമൂലനാശം വരുത്തി ഞാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. യുദ്ധത്തിന്റെ ആരവവും മഹാസംഹാരവും ദേശത്തിൽ ഉണ്ട്. സർവഭൂമിയുടെയും ചുറ്റിക പിളർന്ന് തകർന്നു പോയതെങ്ങനെ? ജാതികളുടെ ഇടയിൽ ബാബേൽ ശൂന്യമായി തീർന്നതെങ്ങനെ? ബാബേലേ, ഞാൻ നിനക്ക് കെണിവച്ചു, നീ അറിയാതെ അകപ്പെട്ടിരിക്കുന്നു. നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു യഹോവയല്ലോ. നീ പൊരുതിയത് യഹോവ തന്റെ ആയുധശാല തുറന്ന് തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് കൽദയദേശത്ത് ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. സകല ദിക്കുകളിൽ നിന്ന് അതിന്റെ നേരെ വന്ന് അതിന്റെ കളപ്പുരകളെ തുറപ്പിൻ. അതിനെ കറ്റ പോലെ കൂമ്പാരം കൂട്ടുവിൻ. അതിൽ ഒന്നും ശേഷിക്കാതെ നിർമൂലനാശം വരുത്തുവിൻ. അതിലെ കാളയെയൊക്കെയും കൊല്ലുവിൻ. അവ കൊലയ്ക്കിറങ്ങിപ്പോകട്ടെ. അവർക്ക് അയ്യോ കഷ്ടം! അവരുടെ നാൾ, അവരുടെ സന്ദർശനകാലം വന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രതികാരം തന്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ. സിയോനിൽ അറിയിക്കേണ്ടതിന് ബാബേൽ ദേശത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവരുടെ ഘോഷം. ബാബേലിന്റെ നേരെ വില്ലാളികളെ വിളിച്ചു കൂട്ടുവിൻ. വില്ല് കൊലയ്ക്കുന്ന ഏവരുമായുള്ളോരെ അതിന്റെ നേരെ ചുറ്റും പാളയമിറങ്ങുവിൻ. ആരും അതിൽ നിന്നും ചാടിപ്പോകരുത്. അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അതിന് പകരം കൊടുപ്പിൻ. അത് ചെയ്തതുപോലെയൊക്കെയും അതിനോടും ചെയ്യുവിൻ. അത് യഹോവയോട്, ഇസ്രായേലിന്റെ പരിശുദ്ധനോട് തന്നെ അഹങ്കാരം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിലെ യൗവനക്കാർ അതിന്റെ വീഥികളിൽ വീഴും. അതിലെ യോദ്ധാക്കളൊക്കെയും അന്ന് നശിച്ചുപോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. അഹങ്കാരിയെ, ഞാൻ നിനക്ക് വിരോധിയായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിന്റെ നാൾ ഞാൻ നിന്നെ സന്ദർശിക്കുന്ന കാലം വന്നിരിക്കുന്നു. അഹങ്കാരി ഇടറി വീഴും, ആരും അവനെ എഴുന്നേൽപ്പിക്കയില്ല. ഞാൻ അവന്റെ പട്ടണങ്ങൾക്ക് തീവയ്ക്കും, അതവന്റെ ചുറ്റുമുള്ള എല്ലാവരെയും ദഹിപ്പിച്ചു കളയും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ മക്കളും യഹൂദാ മക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവരൊക്കെയും അവരെ വിട്ടയപ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചുകൊള്ളുന്നു. എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും. കൽദയരുടെ മേലും ബാബേൽ നിവാസികളുടെ മേലും അതിന്റെ പ്രഭുക്കന്മാരുടെ മേലും ജ്ഞാനികളുടെ മേലും വാൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. വമ്പ് പറയുന്നവർ ഭൂഷന്മാരാകാത്തക്കവണ്ണം അവരുടെ മേൽ വാൾ വരും. അതിലെ വീരന്മാർ ഭ്രമിച്ചു പോകാത്തക്കവണ്ണം അവരുടെ മേലും വാൾ വീഴും. അവരുടെ കുതിരകളുടെ മേലും രഥങ്ങളുടെ മേലും അതിന്റെ നടുവിലെ സർവസമ്മിശ്ര ജാതിയും സ്ത്രീകളെപ്പോലെ ആയിത്തീരത്തക്കവണ്ണം അവരുടെ മേലും വാൾ വരും. അതിന്റെ ഭണ്ഡാരങ്ങൾ കവർന്നു പോകത്തക്കവണ്ണം അവയുടെ മേലും വാൾ വരും. അതിലെ വെള്ളം വറ്റിപ്പോകാത്തക്കവണ്ണം ഞാൻ അതിന്മേൽ വറുതി വരുത്തും. അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ. ഘോരബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു. ആകയാൽ അവിടെ മരുമൃഗങ്ങൾ കുറുനരികളോടുകൂടെ പാർക്കും. ഒട്ടകപ്പക്ഷിയും അവിടെ വസിക്കും. ഇനി അതിൽ ഒരു നാളും കുടിപാർപ്പുണ്ടാകയില്ല. തലമുറ തലമുറയായി അത് നിവാസികൾ ഇല്ലാതെ കിടക്കും. ദൈവം സൊദോമും ഗോമൊറായും അവയുടെ അയൽപട്ടണങ്ങളും നശിപ്പിച്ചു കളഞ്ഞ ശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. വടക്കുനിന്ന് ഒരു ജാതി വരുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതിയും അനേകം രാജാക്കന്മാരും ഇളകി വരുന്നു. അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു. അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ.
അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു. ബാബേൽ പുത്രി, അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തനും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണിനിരന്നു നിൽക്കുന്നു. ബാബേൽ രാജാവ് അവരുടെ വർത്തമാനം കേട്ടിട്ട് അവന്റെ ധൈര്യം ക്ഷയിച്ചുപോയി. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവന് അതിവ്യസനവും വേദനയും പിടിച്ചു. യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന പോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു. ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും. എനിക്ക് സമനായവനാര്? എനിക്ക് നേരം കുറിക്കുന്നവനാര്? എന്റെ മുമ്പാകെ നിൽക്കാകുന്ന ഇടയനാര്? അതുകൊണ്ട് യഹോവ ബാബേലിനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും കൽദയരുടെ ദേശത്തെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പിൻ. ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ടുപോകും. അവൻ അവരുടെ മേച്ചൽപ്പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കിക്കളയും. ബാബേൽ പിടിക്കപ്പെട്ടു എന്ന ഘോഷം കൊണ്ട് ഭൂമി നടുങ്ങുന്നു. അതിന്റെ നിലവിളി ജാതികളുടെ ഇടയിൽ കേൾക്കുന്നു.